അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 24 വ്യാഴാഴ്ച. VS ഇനി ഓർമ്മകളിൽ ജീവിക്കും, ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിലും. അന്തരിച്ച മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള വലിയ ചുടുകാട്ടിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച 2:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിലാപയാത്ര പ്രതീക്ഷിച്ചതിലും ഏറെ വൈകി ഇന്നലെ ഉച്ചയോടെയാണ് ആലപ്പുഴയിൽ എത്തിയത്. വഴിനീളെയുള്ള അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി 22 മണിക്കൂർ കൊണ്ടാണ് പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ എത്തിയത്. പിന്നീട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബീച്ച് റിക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനത്തിന് എത്തിച്ചു. പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ ജനസാഗരം ഇരമ്പിയെത്തിയതോടെ മുൻകൂട്ടി നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് എല്ലായിടങ്ങളിലും പൊതുദർശനം പൂർത്തിയാക്കാനായത്. ബീച്ച് റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നിന്ന് മൃതദേഹം വലിയ ചുടുകാട്ടിൽ എത്തിച്ചപ്പോൾ രാത്രി 9 മണിയായി. 9:15 മകൻ അരുൺകുമാർ ചിതയിൽ അഗ്നി പകർന്നു. ആലപ്പുഴയുടെ മണ്ണിൽ ആ ചുവന്ന നക്ഷത്രം ജ്വലിച്ചമരുമ്പോഴും കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇല്ല ഇല്ല മരിക്കില്ല, സഖാവ് VS മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ആലപ്പുഴയുടെ തീരങ്ങളിലും ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിലും അലയടിക്കുകയായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അതുല്യനായ സംഘാടകനും നേതാവുമാണ് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങിയതെന്നും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ജനാവലിയും സമയക്രമവും സഖാവ് VS നമുക്കെല്ലാവർക്കും എന്തായിരുന്നു എന്ന് തെളിയിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യമായി പങ്കുവഹിച്ചവരിൽ ഒരാളാണ് VS എന്നും ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെ നടന്ന അനുശോചന സമ്മേളനത്തിൽ പിണറായി വിജയൻ അനുസ്മരിച്ചു. കർക്കിടക വാവ് ബലി ഇന്ന്. കർക്കടക വാവിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കടകത്തിലേത്. അമാവാസി ദിനത്തിൽ എല്ലാ മാസവും ബലിതർപ്പണം നടത്താമെങ്കിലും രാമായണ മാസം കൂടിയായ കർക്കടകത്തിലെ വാവുബലിക്ക് പ്രത്യേക പ്രാധാന്യമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് ക്ലിയറൻസ് ലഭിച്ചതിനാൽ വിശദ പദ്ധതി രേഖയ്ക്കും അംഗീകാരത്തിന് തടസ്സമുണ്ടാകില്ലെന്നാണ് കരുതുന്നത്. വർഷം 7 ലക്ഷം യാത്രികരെ പ്രതീക്ഷിക്കുന്ന വിമാനത്താവളം ശബരിമല തീർത്ഥാടകർക്കും പ്രവാസികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പദ്ധതി രേഖ പറയുന്നു. ദേശീയപാത 66 നിർമ്മാണത്തിലെ പാളിച്ചയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് ഉപരിതല ഗതാഗത മന്ത്രാലയം. ജൂൺ ജൂലൈ മാസങ്ങളിലായി വിദഗ്ധ സമിതി കേരളത്തിലുടനീളം പരിശോധന നടത്തിയെങ്കിലും അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. കാസർഗോഡ് ചെങ്ങളയിലെ തകർച്ചയിൽ മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് പിഴ ചുമത്തി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും ഗതാഗത മന്ത്രാലയം വിശദീകരിച്ചു. ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ലാബിൽ തീപിടുത്തം. J ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയോളജിക്കൽ ലാബിലാണ് തീ പടർന്നത്. ഫ്രിഡ്ജിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് സൂചന. ഷോർട്ട് സർക്യൂട്ടാണോ എന്നാണ് സംശയിക്കുന്നത്. അടുത്തുള്ള മുറികളിലേക്ക് പുക വ്യാപിച്ചതോടെ ആശങ്ക വർദ്ധിച്ചു. ആലപ്പുഴയിൽ നിന്നും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കേരള സർവകലാശാലയിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് VC മോഹനൻ കുന്നുമ്മൽ. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാൻ VC ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സർക്കാർ അനുരഞ്ജനത്തിന് ശ്രമിക്കുമ്പോഴാണ് വിട്ടുവീഴ്ചയില്ലാത്ത VCയുടെ നീക്കം. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ ഫർസീൻ മജീദിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഫർസീന്റെ 1 വർഷത്തെ ശമ്പള വർധന തടയുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. കേരള വിദ്യാഭ്യാസ ചട്ടം 75 അനുസരിച്ച് കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫർസീൻ ജോലി ചെയ്യുന്ന മട്ടന്നൂർ സ്കൂൾ മാനേജ്മെന്റിന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നോട്ടീസ് അയച്ചിരുന്നു.
2022 ഫർസീൻ ഉൾപ്പെടെ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ചത്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. മാസപ്പടി ഇടപാടിൽ CBI ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. വീണയും CMRL ഉദ്യോഗസ്ഥരുമടക്കം 13 പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് കോടതി നടപടി. കാനഡയിൽ പരിശീലന പറക്കലിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മരിച്ച തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷിന്റെ മൃതദേഹം ജൂലൈ 26 നാട്ടിലെത്തിക്കും. ടൊറന്റോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഗിരീഷ് ജുനേജ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനെ ഇക്കാര്യം അറിയിച്ചു. ഷാർജയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം ശ്വാസമുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എംബാം ചെയ്തപ്പോഴുണ്ടായതാണെന്നും ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു. മൃതദേഹം ഇന്നലെ കൊല്ലം കേരളപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 4 ദിവസത്തെ UK മാലദ്വീപ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. UK-യിലെത്തിയ മോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ചർച്ച നടത്തും. ചാൾസ് മൂന്നാമൻ രാജാവിനെയും കാണും. ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നും സൂചനയുണ്ട്. പരിശീലന കേന്ദ്രത്തിലെ മോശം സാഹചര്യങ്ങളിൽ പ്രതിഷേധിച്ച് 100 കണക്കിന് വനിതാ കോൺസ്റ്റബിൾമാർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ ബിജ്ഹിയയിലെ PSC ക്യാമ്പിൽ ഇന്നലെ ധർണ നടത്തി. ഏകദേശം 600ഓളം വനിതാ കോൺസ്റ്റബിൾമാർ പരിശീലന കേന്ദ്രത്തിന് പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും ധർണ നടത്തുകയും ചെയ്തു. കുടിവെള്ളം, ഭക്ഷണം, കുളിക്കാനുള്ള സൌകര്യങ്ങൾ എന്നിവ അപര്യാപ്തമാണെന്ന് ഇവർ ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിലും രാജ്യസഭയിലും 16 മണിക്കൂർ വീതം ചർച്ചയ്ക്ക് സമയം നീക്കിവച്ചു. ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയുമാണ് ചർച്ച. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളുയർത്തി ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം സ്തംഭിപ്പിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. ജഗ്ദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടപടികൾ തുടങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ധൻകറിന്റെ രാജിയടക്കം വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം ഇന്നലെയും പാർലമെന്റ് സ്തംഭിപ്പിച്ചു. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ജഗ്ദീപ് ധൻകർ ഔദ്യോഗിക വസതി ഉടനൊഴിയും. തിങ്കളാഴ്ചയാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചത്. അന്നേ ദിവസം രാത്രി തന്നെ വസതി ഒഴിയാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശിവഗംഗയിൽ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ക്ഷേത്ര സുരക്ഷാ ജീവനക്കാരൻ അജിത് കുമാറിന്റെ കുടുംബത്തിന് ഇടക്കാല സഹായധനമായി 25 ലക്ഷം രൂപ നൽകാൻ സർക്കാരിനോട് ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ബംഗളൂരുവിൽ ബസ് സ്റ്റാൻഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ബംഗളൂരു കലാശി പാളയ BMTC ബസ് സ്റ്റാൻഡിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. 6 ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിക്ടനേറ്ററുകളുമാണ് പോലീസ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സമീപത്തെ CCTVകളടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. വസ്ത്രത്തിനുള്ളിൽ പേസ്റ്റ് രൂപത്തിലാക്കി ഒളിപ്പിച്ച് 28 കിലോ സ്വർണം കടത്താൻ ശ്രമിച്ച ദമ്പതികൾ അറസ്റ്റിൽ. സൂററ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ CISF പിടികൂടിയത്. ദുബായിൽ നിന്നാണ് ദമ്പതികൾ എത്തിയത്. പേസ്റ്റ് രൂപത്തിലാക്കി ശരീരത്തിൽ ചുറ്റിയാണ് ഇവർ സ്വർണം കടത്താൻ ശ്രമിച്ചതെന്ന് കസ്റ്റംസ് അറിയിച്ചു. സ്വപ്ന പദ്ധതിയായ ക്രൂയിസ് ഭാരത് മിഷൻ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 2027ഓടെ 14 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 51 പുതിയ ക്രൂയിസ് സർക്യൂട്ടുകളാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയെ നദി അധിഷ്ഠിത ടൂറിസത്തിന്റെ ആഗോള ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തീരുമാനം.
ഇന്ത്യൻ ഫാഷൻ ഇ കൊമേഴ്സ് കമ്പനിയായ മിന്ത്രയ്ക്കെതിരെ വിദേശ നിക്ഷേപ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 1654.35 കോടി രൂപയുടെ നിയമലംഘനങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് കേസ്. മിന്ത്രയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഡയറക്ടർമാർ എന്നിവയ്ക്കെതിരെയും കേസുണ്ട്. തങ്ങൾക്ക് ലഭിച്ച മൃതദേഹം മാറിപ്പോയെന്ന ആരോപണവുമായി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരായ 2 പേരുടെ കുടുംബങ്ങൾ. തങ്ങൾക്ക് ലഭിച്ച മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലം കുടുംബാംഗങ്ങളുടെ സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. വിമാനാപകടത്തിൽ മരിച്ചവരുടെ 13 മൃതദേഹാവശിഷ്ടങ്ങളാണ് UK കൊണ്ടുപോയത്. എയർ ഇന്ത്യ വിമാനം തകർന്ന് മരിച്ച UK പൌരന്മാരുടെ മൃതദേഹം മാറിപ്പോയെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ഇന്ത്യ. കുടുംബാംഗങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് UK അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ വിവിധ സ്കൂളുകളിൽ ബോംബ് ഭീഷണി. ബുധനാഴ്ച രാവിലെയോടെയാണ് ഇമെയിലായി ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്. തൊട്ടുപിന്നാലെ പോലീസ് ബോംബ് സ്ക്വാഡുമായി സ്കൂളുകളിലെത്തി നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പാർലമെന്റിന് സമീപത്തെ മുസ്ലിം പള്ളിയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് നടത്തിയ സന്ദർശനത്തെ വിമർശിച്ച് BJP. പള്ളിക്കുള്ളിൽ SP രാഷ്ട്രീയ യോഗം സംഘടിപ്പിച്ചുവെന്ന് ആരോപിച്ച് ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജമാൽ സിദ്ദിഖി രംഗത്തെത്തി. ഭാര്യയും MP-യുമായ ഡിംപിൾ യാദവും മറ്റു നേതാക്കളും സന്ദർശനവേളയിൽ അഖിലേഷിനൊപ്പം ഉണ്ടായിരുന്നു. എംപരിവാഹൻ ആപ്ലിക്കേഷന്റെ പേരിൽ വാരണാസി കേന്ദ്രീകരിച്ചുള്ള സംഘം കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് 45 ലക്ഷം രൂപ. ഇതുവരെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് 575 പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊച്ചി സിറ്റിയിൽ മാത്രം 96 പരാതികളുണ്ട്. പണം നഷ്ടപ്പെട്ടവർ ഇതിലും കൂടാമെന്നാണ് പോലീസ് കരുതുന്നത്. സർക്കാർ കരാറുകളിലെ തസ്തികകൾ കുവൈത്തികൾക്ക് മാത്രമായി മാറ്റിവെക്കുന്ന പദ്ധതി തുടരുമെന്ന് കുവൈറ്റ്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ മുഹമ്മദ് അൽ മുസൈനിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ. ചൈനയുടെ മുൻ ലോക ചാമ്പ്യൻ ടാൻ സോങ്കിയെ സെമിയിലെ 2ാം ഗെയിമിൽ കീഴടക്കിയാണ് ദിവ്യ ഫൈനലിൽ കടന്നത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തുന്നത്. ഇന്ത്യയുടെ കൊനേരു ഹംപിയും ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലെയ് ടിൻജിയും തമ്മിലുള്ള സെമിയിലെ വിജയിയെയാണ് ദിവ്യ ഫൈനലിൽ നേരിടുക. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസ് എന്ന നിലയിൽ. 19 റൺസ് വീതമെടുത്ത് രവീന്ദ്ര ജഡേജയും ഷാർദുൽ ഠാക്കൂറുമാണ് ക്രീസിൽ. 46 റൺസെടുത്ത KL രാഹുൽ, 58 റൺസെടുത്ത യശസ്വി ജയ്സ്വാൾ, 12 റൺസെടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, 61 റൺസെടുത്ത സായ് സുദർശൻ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്. ഇതിനിടെ 37 റൺസെടുത്ത ഋഷഭ് പന്ത് കാലിന് പരിക്കേറ്റ് റിട്ടയർഡ് ഹർട്ടായതും ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.